ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ ചാനൽ സ്റ്റോറി ഓഫ് എബ്രമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു നേച്ചർ, അതായത് കണ്ടോ, നല്ല നേച്ചർ ബ്യൂട്ടിയിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടോ എന്തോരം രസമുണ്ട് ഈ മലകളൊക്കെ കാണാനല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നല്ലൊരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ്. എന്തിൻ്റെ ബ്യൂട്ടി ടിപ്സ് എന്നാണ് ആലോചിക്കുന്നതല്ലേ? ഹെയറിൻ്റെ ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഹെയറിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയറിൻ്റെ ടിപ്സ്. അത് ഫോളോ അപ്പ് ചെയ്തതിന് ശേഷം, അതായത് അധികം മുടി പൊഴിയുന്നുണ്ട്, മുടി നല്ലപോലെ പൊഴിയുന്നുണ്ട്, മുടിക്ക് സ്പ്ലിറ്റനിങ് ഉണ്ട്, അതേപോലെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ട്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുള്ളവർക്കായിട്ടുള്ള ഒരു ടിപ്സാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ നിങ്ങൾക്ക് എപ്പോഴും നമ്മുടെ കിച്ചണിൽ ഉണ്ടാവുന്ന സാധനം തന്നെയാണ്. അപ്പോൾ ഒരു തുണ്ട് ഇഞ്ചി എടുക്കുക, അത് നല്ലപോലെ കഴിയുന്നതിന് ശേഷം മിക്സിയിലിട്ട് അടിക്കുക, അതിൻ്റെ നീരെടുക്കുക, വെള്ളം ചേർക്കാതെ അതിൻ്റെ നീരെടുത്തതിന് ശേഷം തലയിൽ അത് അപ്ലൈ ചെയ്യുക. നമ്മൾ സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം 20 മിനിറ്റ്സ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം കഴുകിക്കളയുമ്പോൾ ഷാമ്പൂവിൻ്റെ ആവശ്യം വരത്തില്ല. ഷാമ്പൂ വേണ്ട, നമ്മൾ അല്ലാതെ നോർമൽ വാട്ടറിൽ തന്നെ അതൊന്ന് കഴുകിക്കളയുക. ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് നെല്ലിക്ക. ഒരു 2 നെല്ലിക്ക എടുക്കുക. ആ നെല്ലിക്ക നല്ലതുപോലെ മിക്സിയിലിട്ട് അടിക്കുക, വെള്ളം ചേർക്കരുത്. നെല്ലിക്കയുടെ വെള്ളം ചേർത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ വെള്ളം ഒഴുകി വരും. ഈ നെല്ലിക്ക എന്ന് പറയുമ്പം തലയ്ക്ക് നല്ല തണുപ്പാണ്. നമുക്ക് ഡിപ്രഷൻ, ടെൻഷൻ ഇതെല്ലാം നമുക്ക് കൂടുതലും ഇല്ലാണ്ടാക്കാൻ ഏറ്റവും നല്ല സഹായിക്കുന്ന ബെസ്റ്റ് റെമഡിയാണ് നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത്. അത് തേച്ച് 5 മിനിറ്റ് തലയിൽ വെച്ചതിന് ശേഷം കഴുകിക്കളയുക. നമ്മൾ ഇഞ്ചിയുടേത് തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രാവിലെ തേച്ച് ചൂടുവെള്ളത്തിൽ കഴുകാണ്ടിരിക്കുക, മാക്സിമം പച്ചവെള്ളത്തിൽ തന്നെ കഴുകുക. തേച്ച് ഒരു 2-3 ആഴ്ച 4 ആഴ്ച കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടിത്തുടങ്ങും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. അതൊരു മെയിൻ, ഏറ്റവും നമ്മുടെ ബോഡിയിൽ ഏറ്റവും വേണ്ട ഒരു ആവശ്യമാണ് വെള്ളം. വെള്ളത്തിൻ്റെ അളവ് അധികം വേണം. അതുകൊണ്ട് ഒരു ദിവസം മാക്സിമം 4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക. അതേപോലെ ഫ്രൂട്ട്സ് മാക്സിമം നല്ലപോലെ കഴിക്കുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ ഹാഫ് കുക്ക്ഡ് വെജിറ്റബിൾസ് കഴിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഏറ്റവും നല്ല മുടിക്ക്, നമുക്ക് ബോഡി ഫുള്ള് റിലാക്സേഷൻ ആയി കഴിയുമ്പോൾ മുടി ഓട്ടോമാറ്റിക്കലി വളർന്നു തുടങ്ങും. പിന്നെ ടെൻഷൻ അവോയ്ഡ് ചെയ്യുക. ടെൻഷനായി എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് എന്തിലോണാണോ ഇൻട്രസ്റ്റ് തോന്നുന്നത് അതിലേക്കൊന്ന് കൂടുതലും ഇൻവോൾവ് ആകാൻ ശ്രമിക്കുക. ടെൻഷൻ അധികം ആയി കഴിയുമ്പോഴത്തേനും നമ്മുടെ മുടി പൊഴിയാനുള്ള ഏറ്റവും വലിയ സാധ്യതയാണ്. അപ്പം എല്ലാവരും ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ട് എങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും സ്റ്റോറി ഓഫ് അബ്രാമിലേക്ക് സ്വാഗതം. ശേഷം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ബൈ.